നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിലേക്ക്. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥിയും ഗുരുവായൂരിലെ LDF UDF സ്ഥാനാർത്ഥികളും മണലൂരിലെ UDF NDA LDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കാട്ടകാമ്പാലിൽ DYFI പ്രവർത്തകന്റെ വീട്ടിൽ കയറി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഇസ്രായേൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ചെറിയങ്ങാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെയാണ് കേസ്. CCTV ന്യൂസ് ഇംപാക്ട്. ചാലിശ്ശേരിയിൽ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന 830 ചാക്ക് നെല്ല് സംഭരണം ആരംഭിച്ചു. നെല്ല് മഴയിൽ നനഞ്ഞു കിടക്കുന്ന കർഷകരുടെ ദുരിതം CCTV വാർത്ത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു നടപടി. പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഡനാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പതിനായിരങ്ങളാണ് ഞായറാഴ്ച പാലയൂരിലേക്ക് ഒഴുകിയെത്തുക. വാർത്തകൾ വിശദമായി. പത്രികാ സമർപ്പണം ക്ലൈമാക്സിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. കുന്നംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് വരണാധികാരിയായ തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ CP ബബിതയ്ക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, LDF നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, KD ബാഹുലയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി, സീതാ രവീന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സ്റ്റാമ്പ് വെൻഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് AC മൊയ്തീന് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത്. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി NK അബ്ദുൽ നാസറാണ് തുക കൈമാറിയത്. ഗുരുവായൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദ് പത്രിക സമർപ്പിച്ചു. നിയോജക മണ്ഡലം ഓഫീസിൽ നിന്ന് പ്രവർത്തകരുമായി പ്രകടനമായി എത്തിയാണ് ചാവക്കാട് തഹസിൽദാറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ TR സംഗീതിന് മുന്നിൽ പത്രിക നൽകിയത്. O അബ്ദുറഹ്മാൻ കുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C ഗോപപ്രതാപൻ, TS സജിത്ത്, ജലീൽ വലിയകത്ത്, തോമസ് ചിറമേൽ, KK ഹംസക്കുട്ടി, അരവിന്ദൻ പല്ലത്ത്, VK ഫസുൽ അലി, RP ബഷീർ തുടങ്ങിയവർ അനുഗമിച്ചു. ഗുരുവായൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബർ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകരുമായി പ്രകടനമായി എത്തിയാണ് ചാവക്കാട് തഹസിൽദാറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ TR സംഗീതിന് മുന്നിൽ പത്രിക സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ മാസ്റ്റർ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വൻ പ്രകടനത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രൊഫസർ C രവീന്ദ്രനാഥ്. മണലൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഭൂരേഖ പ്രത്യേക തഹസിൽദാർ CK ആഷിഖ് മുഖേനയാണ് പത്രിക സമർപ്പിച്ചത്. വഞ്ചനാവലിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനത്തോടെ എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളും പ്രവർത്തകരും ചാവക്കാട് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായാണ് താലൂക്ക് ഓഫീസിലേക്ക് നീങ്ങിയത്. നഗരം ചുറ്റി 11:45ഓടെയാണ് പത്രികാ സമർപ്പണത്തിനായി സ്ഥാനാർത്ഥിയും നേതാക്കളും താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. മുരളി പെരുന്നെല്ലി MLA, LDF മണലൂർ മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയമ്പറമ്പിൽ, ജില്ലാ കൗൺസിൽ അംഗം PK കൃഷ്ണൻ, RJD നേതാവ് ജോസ് കാഞ്ഞാണി, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് CT ബാബു, വിരമിച്ച കോളേജ് അധ്യാപകരുടെ സംഘടന ജില്ലാ പ്രസിഡന്റ് ബാബു ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. വിരമിച്ച കോളേജ് അധ്യാപകരുടെ സംഘടനയാണ് പ്രൊഫസർ C രവീന്ദ്രനാഥിന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത്.
തൃത്താല നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി കൂടിയായ മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പട്ടാമ്പി തഹസിൽദാർക്കാണ് പത്രിക നൽകിയത്. LDF നേതാക്കളായ MR മുരളി, TP മുഹമ്മദ്, VK ചന്ദ്രൻ, PN മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന പദ്ധതികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഗുണഫലം ലഭിക്കാത്തവരായി ആരും ഉണ്ടാകില്ലെന്നും MP രാജേഷ് പറഞ്ഞു. സ്കൂളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പേ നിർമ്മിച്ച പഴകി ജീർണിച്ച തൃത്താലയിലെ ആശുപത്രി കെട്ടിടം മാറ്റി മനോഹരമായ പുതിയ കെട്ടിടം നിർമ്മിച്ചത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ തൃത്താലക്കാരുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ഈ 5 വർഷത്തെ അനുഭവങ്ങൾ തൃത്താലയുടെ മുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികസന തുടർച്ചയ്ക്കായി കേരളത്തോടൊപ്പം തൃത്താലയിൽ വോട്ട് രേഖപ്പെടുത്തും. വളരെ മികച്ച വിജയം LDF-ന് കൈവരിക്കണം. തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം പത്രിക നൽകാനായി പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തിയത്. പട്ടാമ്പി തഹസിൽദാറും തൃത്താല മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ T സുജിത്തിനാണ് പത്രിക നൽകിയത്. തൃത്താലയിൽ വികസനത്തിന്റെ പൂക്കാലം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം VT ബൽറാം അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് UDF-ന് വലിയ വിജയം നേടാനാകുമെന്നും തൃത്താല തിരിച്ചുപിടിക്കുമെന്നും VT ബൽറാം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PE സലാം, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, ജനറൽ കൺവീനർ SMK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CH ഷൗക്കത്ത് അലി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ അത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാവാനിരിക്കുന്നതല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ തൃത്താല അടക്കമുള്ള സീറ്റുകളിൽ ഉണ്ടായിക്കഴിഞ്ഞതാണ്. അത് ഇത്തവണ ആവർത്തിക്കാനുള്ള ശ്രമം ഒരുപക്ഷെ അവർ നടത്തുന്നുണ്ടാവും. പക്ഷെ അതിനൊക്കെ മറികടക്കുന്ന തരത്തിലാണ് നാട്ടിലെ ജനങ്ങളുടെ വികാരം. UDF-ന്റെ ഒരു സുനാമിയാണ് വരാൻ പോകുന്നത്. അതിൽ ഇടതുപക്ഷം തൂത്തെറിയപ്പെടും. പാലക്കാട് ജില്ലയിൽ നിന്നും അതിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഫലനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിൽ നിന്നുള്ള MLA-മാർ UDF-കാരായി. ഗുരുവായൂരിന് ആവേശം പകർന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ. മഞ്ചോൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറെ നടവഴി ചാവക്കാട് നഗരം ചുറ്റി തിരിച്ച് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ സമാപിച്ചു. NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൾ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, നേതാക്കളായ രാജൻ തറയിൽ, KR ബൈജു, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. 1ാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച മണലൂർ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കാനെത്തുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം നടത്തിയത്. എഴുത്തുകാർ, നാടക സിനിമാ പ്രവർത്തകർ, ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ ഒരുമിച്ച സമ്മേളനം അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ആമുഖ പ്രഭാഷണം നടത്തി. നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, കവി C രാവുണ്ണി, നടൻ ജയരാജ് വാര്യർ, ചിത്രകാരൻ മുരളി ചീരോത്ത്, വനിതാ സാഹിതി സംസ്ഥാന സെക്രട്ടറി രവിത ഹരിദാസ്, നാടക സംവിധായകൻ KV ഗണേഷ്, കവികളായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ശ്രീലത വർമ്മ, റീബ പോൾ, സുഭാഷിണി മഹാദേവൻ, E ജിനൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി MN വിനയകുമാർ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, രാജൻ നെല്ലായി, UK സുരേഷ് കുമാർ, ഇക്ബാൽ കൊടുങ്ങല്ലൂർ, അനിൽ പറക്കാട്, ഡോക്ടർ K രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, ജയരാജ് വാര്യർ എന്നിവർ ഗാനാലാപനം നടത്തി.
NDA സ്ഥാനാർത്ഥി KR രജിൽ കുന്നംകുളം നഗരസഭാ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തി. രാവിലെ കാണിപ്പേർ കൃഷ്ണൻ നമ്പൂതിരിയുടെ വസതിയിൽ നിന്നും ആരംഭിച്ച് നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ബാങ്കുകൾ, പോലീസ് സ്റ്റേഷൻ, പ്രധാന വ്യക്തികൾ, ബദനി മഠം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം SNDP കാര്യാലയത്തിൽ സമാപിച്ചു. പ്രചരണത്തിന് BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മങ്ങാടൻ, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, ജില്ലാ കമ്മിറ്റി അംഗം VK ബിജു, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീഹരി, മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, തോപ്പിൽ ഷാ, ശോഭന കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് കുന്നംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ NDA സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കും. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഒപ്പമുണ്ടാകും. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ ചാവക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. RV അബ്ദുൾ റഹീം അധ്യക്ഷനായി. CA ഗോപപ്രതാപൻ, TS അജിത്ത്, ഉമ്മർ മുക്കണ്ടത്ത്, UDF കൺവീനർ KV ഷാനവാസ്, തോമസ് ചിറമേൽ, PV ഉമ്മർ കുഞ്ഞി, MV ഷക്കീർ, KK ഹംസക്കുട്ടി, ജലീൽ വലിയകത്ത്, TS അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി CH റഷീദ്, നേതാക്കളായ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, RV അബ്ദുൾ റഹീം, അരവിന്ദൻ പല്ലത്ത്, CR സൂരജ്, RV ജലീൽ, OKR മണികണ്ഠൻ, KP ഉദയൻ, KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പോളി ഫ്രാൻസിസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി KR സൂരജിന് മുൻപാകെ 2 സെറ്റ് പത്രികയാണ് നൽകിയത്. ആം ആദ്മി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ, മണ്ഡലം സെക്രട്ടറി ഷൈൻ ജോസ്, ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജോൺസൺ പാലുവായ്, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,79,94,024 രൂപയും 1 കിലോ 282 ഗ്രാം സ്വർണവും 15 കിലോ 410 ഗ്രാം വെള്ളിയും വഴിപാടായി ലഭിച്ചു. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ വിവിധ ഭണ്ഡാരങ്ങൾ വഴി 5,06,125 രൂപയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 8ഉം നിരോധിച്ച 1,000 രൂപയുടെ 3ഉം 500ന്റെ 20 കറൻസിയും ഭണ്ഡാരങ്ങൾ ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണുവാനുള്ള ചുമതല. കടകമ്പാലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി യുവാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി പരാതി. ഇസ്രായേൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ചുരങ്കാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സഞ്ജയിന്റെ വീട്ടിൽ അക്രമി സംഘം എത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ സഞ്ജയിനെ വടികൊണ്ടും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിന് ശേഷം വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും അക്രമി സംഘം അടിച്ചു തകർത്തു. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് പ്രതികൾ ബൈക്കുകളിൽ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടത്. മർദ്ദനമേറ്റ സഞ്ജയ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. പ്രതികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർ BJP പ്രവർത്തകരാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് കുറച്ചുകാലമായി ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ ആക്രമണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. എടക്കഴിയൂർ പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. BNS 105 പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇബ്രാഹിമിന്റെ ഭാര്യ 37 വയസ്സുകാരി മുഹസിന പ്രസവം നടന്ന് 6 ദിവസത്തിനകം കുഞ്ഞു മരിച്ചത്. യുവതിയുടെ 7ാമത്തെ പ്രസവമായിരുന്നു ഇത്. ഇവരുടെ 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. മുഹസിനയുടെ മരണകാരണം പ്രസവശേഷം പരിചരണമില്ലായ്മയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുവാൻ പോലീസ് സർജൻ ശുപാർശ ചെയ്തിരുന്നു. സംഭവത്തിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. യുവതിക്ക് ഭർത്താവ് ഇബ്രാഹിം അക്യുപങ്ചർ ചികിത്സയാണ് നൽകിയതെന്നും ചികിത്സയുടെ ഭാഗമായി രൂപപ്പെട്ട മുറിവുകളിലൂടെയുണ്ടായ അണുബാധയാണ് മുഹസിനയുടെ മരണത്തിന് കാരണമെന്നും ആയിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഡാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും 10,000ങ്ങളാണ് ഞായറാഴ്ച പാലയൂരിൽ എത്തിച്ചേരുക. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുലർച്ചെ മുതൽ തന്നെ പദയാത്രികരായി പാലയൂരിൽ എത്തുന്ന വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. 30,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. അന്നേ ദിവസം തുടർച്ചയായി വിശുദ്ധ കുർബാനയും ഉണ്ടാകും. പദയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പാലയൂർ ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിഡ് കണ്ണമ്പുഴ പറഞ്ഞു.
1998 തൃശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ആരംഭിച്ച പാലിയൂർ മഹാതീർത്ഥാടനം നാളെ 29ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിമന്യ പിതാവില്ലാത്ത ആദ്യത്തെ തീർത്ഥാടനം. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നേർച്ച, കഞ്ഞിയും അതുപോലെ തന്നെ ലഘുഭക്ഷണവുമാണ് നമ്മൾ ഒരുക്കിയിരിക്കുക. മുഖ്യപദയാത്ര തൃശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് പുറപ്പെടും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം 3 മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ചണിചേരും. കോഴിക്കോട് കോട്ടോളി ക്രിസ്തുദാസി ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പാലിയൂർ മഹാതീർത്ഥാടനത്തിന്റെ അമരക്കാരനായ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ കബറിടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഛായാചിത്രവും ദീപശിഖയും പഞ്ചാരമുക്കിൽ വെച്ച് മഹാതീർത്ഥാടനത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തും. വികാരി ജനറൽമാരുടെ നേതൃത്വത്തിലാണ് പദയാത്ര എത്തുക. തുടർന്ന് 4 മണിക്ക് മാർ ജേക്കബ് തൂങ്കുഴി നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂല ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. തൃശൂർ അതിരൂപത പാസ്റ്റർ സെക്രട്ടറി ചൊല്ലിക്കൊടുക്കുന്ന വിശ്വാസ പ്രതിജ്ഞ വിശ്വാസികൾ ഏറ്റുചൊല്ലും. തുടർന്ന് മെത്രാപ്പൊലീത്തമാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനത്തിന് സമാപനമാകും. ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക ഇന്ത്യയുടെ CBCI പ്രസിഡന്റ് കർദിനാൾ അന്തോണി പൂലയാണ്. രാവിലെ 5 മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര 11 മണിക്ക് ഇവിടെ എത്തിച്ചേരുകയും 2ാം ഘട്ടം പാവർട്ടിയിൽ നിന്ന് 3 മണിക്ക് ആരംഭിച്ച് 4 മണിക്ക് എത്തിച്ചേരും. നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്നേഹത്തോടെ ഈ തീർത്ഥാടന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യും. എടക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ നാലാങ്കല സ്വദേശികളായ കളത്തിങ്കൽ വീട്ടിൽ 17 വയസ്സുള്ള മറിയം മിസ്വ, 22 വയസ്സുള്ള ആയിഷ, 18 വയസ്സുള്ള സഫ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 2:45 അപകടം. കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതോടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയാണ്. ഇതോടെ ഓട്ടോറിക്ഷ മറഞ്ഞു. പരിക്കേറ്റവരെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പളനി വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ നെല്ല് സംഭരണം പുരോഗമിക്കുന്നു. മേഖലയിലെ വലിയ കോൾപ്പടവുകളിലൊന്നായ കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. മികച്ച വിളവ് കർഷകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായ വന്ന വേനൽമഴ തിരിച്ചടിയായി. വേനൽമഴയിൽ നെൽച്ചെടികൾ വീണതോടെ കൊയ്ത്തിന് ബുദ്ധിമുട്ടായി. വീണുകിടക്കുന്ന നെല്ല് കൊയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകളാണ് നെല്ല് സംഭരിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് നെല്ല് സംഭരണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സാധാരണക്കാരന്റെ അഭയകേന്ദ്രമായ പുന്നയൂരിലെ പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം 2 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ്. ഇതോടെ നിരവധി പേരാണ് സേവനം ലഭിക്കാതെ മടങ്ങുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചിട്ടിരുന്നത്. പിന്നീട് വരുന്ന ദിവസം ഞായറാഴ്ച ആയതിനാൽ ബലത്തിൽ തുടർച്ചയായി 3-ാം ദിവസം ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. ഇതുമൂലം നിരവധി പേരാണ് ഇവിടെ എത്തി നിരാശയോടെ മടങ്ങുന്നത്. അവശരായവരും കൈക്കുഞ്ഞുങ്ങളുമായി വളരെ ബുദ്ധിമുട്ടി വാടകയ്ക്ക് വാഹനമൊരുക്കിയും മറ്റും ഇവിടെ എത്തുന്നവരുടെ ദുരിതം അധികൃതർ മനസ്സിലാക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ. സ്ഥാപനം പ്രവർത്തിക്കാത്തത് സംബന്ധിച്ച് ചോദിച്ചറിയുവാൻ പോലും ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയാണ്. ശനി, ഞായർ ദിവസങ്ങളിൽ OP പ്രവർത്തിക്കില്ല എന്ന അറിയിപ്പ് മാത്രമാണ് ഇവിടെയുണ്ടായിരുന്നത്. ആശുപത്രിയിൽ മറ്റുള്ള സേവനങ്ങളും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല. എന്നാൽ ഹോമിയോ ക്ലിനിക്ക് പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. തീർത്തും സാധാരണക്കാരായവരുടെ ആശ്രയ കേന്ദ്രമായ പ്രാഥമികാരോഗ്യ കേന്ദ്രം അടച്ചിട്ടത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിലെ പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അധികൃതർ ഇടപെട്ട് ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കോൾപ്പാടകളിൽ കാട്ടുപന്നികളും കുറുനരികളും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. കൊയ്ത്തിന് പാകമായി നെല്ല് നശിപ്പിക്കുന്നത് മൂലം വൻ നഷ്ടമാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. കാട്ടകമ്പാൽ ചിറ്റത്താഴം കോൾപ്പടവിൽ കുറുനരികൾ നെല്ല് നശിപ്പിച്ചതായി കർഷകർ പരാതിപ്പെട്ടു. നെൽച്ചെടികൾ ചവിട്ടി മെതിച്ച നിലയിലാണ്. പാടത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കോൺക്രീറ്റ് പൈപ്പിൽ കഴിയുന്ന കുറുനരികൾ രാത്രിയിൽ വ്യാപകമായി നെല്ല് നശിപ്പിക്കുകയാണ്. പെരുന്തിരുത്തി നെല്ലിക്കൽ കുഞ്ഞന്റെ പാടത്തെ നെല്ല് വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചെമ്മന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി.
5 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു നിർവഹിച്ചു. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചത് ദേശത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മാതൃകയായിട്ടാണ് കാണുന്നതെന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒമർ പറഞ്ഞു. ചടങ്ങിൽ തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. 8 പതിറ്റാണ്ടിലെ ചെണ്ടവാദ്യ കലാരംഗത്തെ നിറസാന്നിധ്യവും ക്ഷേത്രത്തിലെ മേളപ്രമാണിയുമായ ചെമ്മന്തിട്ട ശങ്കരൻ നായരെ മംഗളപത്രം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി MP ഹരി രചനയും നിരഞ്ജന പത്മനാഭൻ സംഗീതവും CS സൌമയും നിരഞ്ജനയും ചേർന്ന് ആലപിച്ച ഹരശങ്കരനാഥം എന്ന ശിവഭക്തി ഗാനത്തിന്റെ വീഡിയോ ലോഞ്ചിംഗും നടന്നു. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ശിവപാദത്തോടണയ പരമേകുക ശിവനേ ശിവ ശിവ ശിവശങ്കരായ ഹര 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 ശങ്കരായ ശിവപാദത്തോടണയാൻ പരമേകുക ശിവനേ ശിവ ശിവപാദത്തോടണയാൻ. ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജേഷ്, ജോയിന്റ് സെക്രട്ടറി MP ഹരി, ട്രഷറർ അനിൽ നമ്പീശൻ, ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശങ്കരൻ നായർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിത്യവും അഭയം തന്നിടേ ഗോപകുമാരാ ഗോവിന്ദ. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കപ്പേളയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. ലതിഞ്ഞ്, നൊവേന, ജപമാല പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ, അംഗത്വ കാർഡ് വിതരണം, പ്രതിജ്ഞ ചൊല്ലൽ എന്നിവയും ഉണ്ടായി. തുടർന്ന് ഇടവക ദേവാലയത്തിൽ ഫാദർ റിജോ തൈക്കാടൻ മുഖ്യ കാർമ്മികനായി ആഘോഷമായി ദിവ്യബലി നടന്നു. ഫാദർ ബിനോയ് കോതകുളത്ത് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സഹകാർമ്മികനായി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ KK ആൻഡ്രൂസ്, ഫ്രാൻസോ ഫ്രാൻസിസ്, KLM സംഘടനാ പ്രസിഡന്റ് PG കൊച്ചുദേവസി, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന 830 ചാക്ക് നെല്ല് സംഭരണം തുടങ്ങി. നെല്ല് മഴയിൽ നനഞ്ഞു കിടക്കുന്ന കർഷകരുടെ ദയനീയാവസ്ഥ CCTV റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലും മഴയിൽ നനഞ്ഞുകിടന്നിരുന്ന നെല്ല് ശേഖരണത്തിനാണ് ശനിയാഴ്ച തുടക്കമായത്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും സംഭരണം വൈകിയതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിരുന്ന സാഹചര്യം മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനെ തുടർന്നാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. 830 നെല്ല് ചാക്ക് ടാർപ്പായി വിരിച്ച് സംരക്ഷിച്ച നിലയിലായിരുന്നുവെങ്കിലും തുടർച്ചയായ മഴ കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ഓരോ മഴയ്ക്കും നെല്ല് ഉണക്കാനും സൂക്ഷിക്കാനുമായി ആയിരങ്ങൾ ചെലവഴിക്കേണ്ടി വന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രൂക്ഷമാക്കി. ഇതിനിടെ പാടത്ത് കിടന്നിരുന്ന ആകെയുള്ള 830 ചാക്ക് നെല്ലാണ് മില്ലുടമകൾ ശേഖരിച്ചു തുടങ്ങിയത്. പെരുമണ്ണൂരിൽ നിന്ന് 280 ചാക്കും ഹരിത പാടശേഖരത്തിൽ നിന്ന് 500 ചാക്കും 3 ലോറികളിലായി ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയി. വൈകിയെങ്കിലും നെല്ല് ശേഖരണം ആരംഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. 6 മാസം കഠിനാധ്വാനം ചെയ്ത് വിളയിച്ച നെല്ല് നശിക്കുമോ എന്ന ഭയത്തിൽ കഴിയുകയായിരുന്ന കർഷകർക്ക് നടപടി വലിയ ആശ്വാസമാണ്. അതേസമയം വീടുകളിലും പറമ്പുകളിലായും മറ്റും ശേഷിക്കുന്ന നെല്ല് വേഗത്തിൽ സംഭരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം, 25 കലശം, കളഭാഭിഷേകം, ഉച്ചപൂജ, കോമരത്തിന് കലശമാടൽ, തുടർന്ന് നിയോഗം തുടങ്ങിയവ നടന്നു. ഉച്ചയ്ക്ക് 11:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ട് വിതരണം ചെയ്തു. വൈകിട്ട് വിശേഷാൽ നിറമാലയും നടന്നു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, രക്ഷോഗ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ക്ഷേത്ര മേൽശാന്തി പട്ല ഇല്ലത്ത് രമേശ് ഭട്ട് ക്ഷേത്ര ചടങ്ങുകളിൽ സഹകാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ പ്രതിഷ്ഠാ മഹോത്സവത്തിന് നേതൃത്വം നൽകി. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ അപകടം. യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൂണ്ടൽ കണ്ടാച്ചിറയിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. പറക്കാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനത്തിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ആശ്വാസമായി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി.
പെരിയമ്പലം ബീച്ചിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്നതായി ആക്ഷേപം. എന്നാൽ ഫീസ് ഈടാക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അറിയിച്ചു. പെരിയമ്പലം ബീച്ച് എന്ന് റെസീറ്റ് എഴുതി പാർക്കിംഗ് ഫീസ് പിരിവ് നടത്തുന്നതിനെതിരെ സന്ദർശകരും പിരിവെടുക്കുന്നവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. നിരവധി പേരാണ് ഒഴിവു ദിവസങ്ങളിൽ ബീച്ചിൽ എത്തിച്ചേരുന്നത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അനധികൃതമായി പിരിവ് നടത്തുന്നത് എന്നാണ് പരാതി. എന്നാൽ ഇത് സംബന്ധിച്ച് ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രസിഡന്റ് എന്ന നിലയിൽ പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് അറിയിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പിരിവ് അനധികൃതമാണ്, ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അത് ഏത് തരത്തിലായാലും ശരി ബീച്ചിലെ ആളുകളുടെ വരവിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് പ്രത്യേകം ബോധിപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പുന്നയൂർക്കുളം പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ പെരിയമ്പലം ബീച്ചുമായി ബന്ധപ്പെട്ട് ഒരു ടൂറിസം പദ്ധതി തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിനെ മാത്രമുള്ള ഒരു ടൂറിസം പദ്ധതിയൊന്നും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇപ്പൊ പ്രധാനമായി വന്നത് അത് മാത്രമല്ല, ഈ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടാണ്. അതാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും പരാതി ബോധിപ്പിച്ചാൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാവുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷം ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരുന്നാളിന്റെ ഭാഗമായി ബുധനാഴ്ച വടവുകോട് പള്ളിയിൽ നിന്നും വ്യാഴാഴ്ച പൊയ്ക്കാട്ടുശ്ശേരി പള്ളിയിൽ നിന്നും അങ്കമാലി മേഖലയുടെ തീർത്ഥയാത്രയും ആരംഭിച്ചു. വചനപ്രഘോഷണത്തിന് ഫാദർ സോബിൻ ഏലിയാസ് കോട്ടയം, ഫാദർ മാത്യു ജോർജ് തോക്കുപാറ, ഫാദർ സഞ്ജു മാനുവേൽ കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച പുലർച്ചെ 3-ന് ചേലക്കര പള്ളിയിൽ നിന്നും, രാവിലെ 9:30-ന് ചാലിശ്ശേരി പള്ളിയിൽ നിന്നും, ഉച്ചതിരിഞ്ഞ് 3:30-ന് അഗതിയൂർ പള്ളിയിൽ നിന്നും, 4-ന് വൈശ്ശേരി മോറിയൂലിയോസ് ഹാളിൽ നിന്നും തീർത്ഥയാത്രകൾ ആരംഭിച്ച് വൈകിട്ട് 5:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ എത്തിച്ചേർന്നു. സന്ധ്യാപ്രാർത്ഥന, കബറിങ്കൽ, ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, അനുസ്മരണ സമ്മേളനം, അവാർഡ് വിതരണം, അത്താഴഊട്ട് എന്നിവ നടന്നു. ഓർമ്മ പെരുന്നാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ 3-ന് പെങ്ങാമുക്ക് പള്ളിയിൽ നിന്നും, പാറന്നൂർ ചാപ്പലിൽ നിന്നും, 3:30-ന് പെലക്കാട്ടുപയ്യൂർ കുരിശുപള്ളിയിൽ നിന്നും, 5 മണിക്ക് വൈശ്ശേരി മോറിയോലിയോസ് ഹാളിൽ നിന്നും തീർത്ഥയാത്രകൾ ആരംഭിച്ച് 6 മണിക്ക് ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ എത്തിച്ചേരും. ശുശ്രൂഷകൾക്ക് ഗീവർഗീസ് മോർ സ്തെഫാനോസ്, കുര്യാക്കോസ് മോർ ദിയസ്കോറസ് എന്നിവർ മുഖ്യകാർമ്മികരാകും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന നേർച്ച സദ്യയുമുണ്ടാകും. വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ട്രസ്റ്റി ചാക്കോ ജോർജ് പനക്കൽ, ട്രസ്റ്റി സിറിൽ പി ജോൺ, സെക്രട്ടറി വർഗീസ് തറയിൽ, ജോയിന്റ് സെക്രട്ടറി ടെറിൻ വർഗീസ്, ട്രഷറർ ഗ്രിഗറി പി ചാക്കോച്ചൻ, പെരുന്നാൾ ജനറൽ കൺവീനർ NP ബോബൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊയ്ക്കാട്ടുശ്ശേരി വടുവക്കോട് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് പാറന്നൂരിൽ സ്വീകരണം നൽകി. അന്തോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ബാവയുടെ കബറിങ്കിലേക്കുള്ള കാൽനട തീർത്ഥയാത്രയ്ക്കാണ് ഹൃദ്യമായ സ്വീകരണം നൽകിയത്. വടവുകോട്, പുത്തൻകുരിശ്, മുളന്തുരുത്തി, കടമറ്റം തുടങ്ങിയ പള്ളികളിൽ നിന്നും ബുധനാഴ്ച സംയുക്തമായി ആരംഭിച്ച തീർത്ഥയാത്രയും വ്യാഴാഴ്ച പൊയ്ക്കാട്ടുശ്ശേരി മോർബഹനാം പള്ളിയിൽ നിന്ന് ആരംഭിച്ച തീർത്ഥയാത്രയും കാൽനടയായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ആർത്താറ്റ് സിംഹാസന പള്ളിയിലെ മോർ ഒസ്താത്തിയോസ് ബാവയുടെ കബറിടത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആർത്താറ്റിലേക്കുള്ള യാത്രാമധ്യേയാണ് പാറന്നൂർ പള്ളിയിൽ സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം വിശ്രമിച്ച അമലനഗറിൽ നിന്നാരംഭിച്ച തീർത്ഥയാത്ര രാവിലെ 10:30-യോടെയാണ് പാറന്നൂരിൽ എത്തിച്ചേർന്നത്. വികാരി ഫാദർ സിജി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ബാവായുടെ ഛായാചിത്രത്തിൽ മാല ചാർത്തിയാണ് സ്വീകരണം നൽകിയത്. കത്തുന്ന മീനച്ചൂടിനെ വകവയ്ക്കാതെ നിരവധി വിശ്വാസികളാണ് കാൽനടയാത്രയിൽ പങ്കാളികളായിട്ടുള്ളത്. ഉച്ചഭക്ഷണശേഷം പാറന്നൂരിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്ര കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിൽ എത്തിച്ചേർന്ന ശേഷം മറ്റ് തീർത്ഥയാത്രയ്ക്കൊപ്പം ആർത്താറ്റ് സിംഹാസന പള്ളിയിലേക്കെത്തി സമാപിക്കും. ഫാദർ പോൾ പാറയ്ക്കൽ, ഫാദർ ഗീവർഗീസ് മാത്യു എന്നിവരാണ് തീർത്ഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് ശനിയാഴ്ച വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ശനിയാഴ്ച രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാനയർപ്പിച്ചു. തുടർന്ന് ആശീർവദിച്ച പാത്രിയാർക്ക പതാക ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർക്ക് കൈമാറി. പ്രാർത്ഥനയ്ക്ക് ശേഷം 21ാമത് വടക്കൻ മേഖല തീർത്ഥയാത്ര ആരംഭിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോഖ്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലേബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ
96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ ഖബറിങ്കലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തിയത്. ബാവയോടുള്ള അപേക്ഷ പ്രാർത്ഥനകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനടയാത്രയിൽ പങ്കെടുത്തു. കല്ലുമുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, അഗതിയൂർ, സെന്റ് ജോർജ് ചാപ്പൽ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചു. കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിലെ സംയുക്ത സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് ഖബറിങ്കൽ എത്തിച്ചേരും. കടുത്ത വേനലിൽ ആശ്വാസം പകർന്ന് കാൽനട തീർത്ഥാടകർക്ക് വിശ്വാസികൾ ശീതളപാനീയങ്ങൾ, പഴങ്ങൾ എന്നിവ വിതരണം നടത്തി. തീർത്ഥയാത്രയ്ക്ക് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി ഒരുമ കല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമായി പെരുന്നാൾ ഭക്ഷണം നൽകി. തെരുവിലുള്ളവർക്കും ഭക്ഷണ വിതരണം നടത്തി. ഒരുമ കല്ലൂർ പ്രസിഡന്റ് ഷക്കീർ നായരങ്ങാടി, കരീം കല്ലൂർ, മുജീബ് എടക്കര, അസലു റാഫി, നിയാസ് മുഹമ്മദ് അലി, അമീർ ഷഹീദ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 22 മുതൽ ഏപ്രിൽ 1 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 22 ഞായറാഴ്ച ശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന ദ്രവ്യകലശം മാർച്ച് 25 ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് അവസാനിക്കുക. അന്നേ ദിവസം വൈകിട്ട് 7:30-ന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനവും ആദരണീയം ചടങ്ങും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ മുഖ്യാതിഥികളാകും. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രവാസി വ്യവസായി രാജ്കുമാർ കാമ്പുരത്ത്, നഗരസഭാ കൌൺസിലർ റോഷിദ് ഒഡാട്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ തുടങ്ങിയവർ സംബന്ധിക്കും. കേരള കലാമണ്ഡലത്തിന്റെ മേള കലാരത്നം പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയ കക്കാട് രാജപ്പൻ മാരാരെയും 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് നിർവഹിച്ചതിനെ തുടർന്ന് ടൈം മാഗസിന്റെ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ കാരക്കൂറ രാമചന്ദ്രൻ നായരെയും ചടങ്ങിൽ ആദരിക്കും. കലവറ നിറയ്ക്കൽ മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 9:30 ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശീവേലി, നിറമാല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ നടക്കും. ക്ഷേത്രോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് 30 പള്ളിവേട്ട 31 നടക്കും. ഏപ്രിൽ 1 ബുധനാഴ്ച ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ ദേശപ്പറ, നടക്കൽപ്പറ എന്നിവയ്ക്ക് ശേഷം 25 കലശത്തിന് ശേഷം കൊടിയിറങ്ങുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ഏപ്രിൽ 5 കക്കാട് ദേശപൂരം. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി വിൽപ്പാട്ട്, കഥകളി, ഭക്തിപ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി എന്നിവ ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനം ഒരുക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികളായ KK സുബിദാസ്, സുനീഷ് ഐനപ്പുള്ളി, K ഭാസ്കരക്കുറുപ്പ്, OA പരമൻ, രാജീവ് തറയിൽ, KK മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിറളയം ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളരി പൂജ മഹോത്സവം നടത്തി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തേലക്കാട്ട് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശരവണൻ സ്വാമി സഹകാർമ്മികനായി. പാമ്പിൻകാവിൽ പാലും നൂറും കൊടുക്കൽ ചടങ്ങുമുണ്ടായി. വൈകിട്ട് 6 മണിക്ക് നിറമാല, ചുറ്റുവിളക്ക്, തായമ്പക, തുടർന്ന് 7 മണിക്ക് താളത്തിന്റെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പുമുണ്ടായി. വടക്കുംവാതിൽക്കൽ ഗുരുതി സമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ സത്യൻ, രാജൻ, രൺദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഒസ്താത്യോസ് സ്ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ മൊറോസ്താത്യോസ് സ്ലീബ ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാളും വചന പ്രഘോഷണവും ഞായറാഴ്ച നടക്കും. രാവിലെ മൈലപ്പൂർ ഭദ്രാസനാധിപൻ ഐസക് മൊറോസ്താത്യോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് പരിശുദ്ധ മൊറോസ്താത്യോസ് സ്ലീബ ബാവ അനുസ്മരണ പ്രഭാഷണം, ആശീർവാദം, നേർച്ച വിതരണം, പിന്നീട് 70 വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്ക് ആദ്യഫല ശേഖരം തുടങ്ങിയവ ഉണ്ടാകും. ലേലവും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6-ന് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ സന്ധ്യാപ്രാർത്ഥന, ഗാന ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ റെജി പോൾ വചന പ്രഘോഷണം നടത്തും. വികാരി ഫാദർ ജോഷി ചിറ്റേത്ത്, ട്രസ്റ്റി PK ജിജു, സെക്രട്ടറി PP ഷാജു എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതി ഏർപ്പെടുത്തിയ 20ാമത് ഉമാമഹേശ്വര കലാപുരസ്കാരം സമ്മാനിച്ചു. ക്ഷേത്രത്തിലെ നക്ഷത്രകാവിൽ നടന്ന ചടങ്ങ് പ്രമുഖ കലാപ്രവർത്തകനും എഴുത്തുകാരനുമായ EM സതീശൻ ഉദ്ഘാടനം ചെയ്തു.
ക്ഷേത്രം ചെയർമാൻ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വില്ലിൽമേൽ തായമ്പക കലാകാരൻ കലാമണ്ഡലം പ്രൊഫസർ രാജൻ ഗുരുവായൂർ, നാഗപ്പാട്ട് കലാകാരൻ ചൂണ്ടൽ സുധർമ്മൻ, മരംകൊട്ടിപ്പാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ്, സാമൂഹിക ക്ഷേത്രാനുബന്ധ നവീകരണ പ്രവർത്തകൻ രാജേഷ് നമ്പാടൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ MK ഹരിനാരായണൻ, PG വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ശ്രീജിത്ത് കൽപ്പുഴ, വാർഡംഗങ്ങളായ അശോകൻ എടക്കാട്ട്, രുക്മിയ സുധീർ തുടങ്ങിയവരും ഉണ്ണിക്കല്ലൂർ, സുധീഷ് അമരായിൽ, MS അശോകൻ എന്നിവരും സംസാരിച്ചു. പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി വികാസ് എടക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാഗപ്പാട്ട്, മരംകൊട്ടിപ്പാട്ട് എന്നിവ അരങ്ങേറി. സംസ്ഥാന എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ, ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ, വോക്കേഴ്സ് ക്ലബ് വേലൂർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വ്യാപനത്തിനെതിരെ വേലൂർ വാക്കത്തോൺ 2026 സംഘടിപ്പിക്കുന്നു. മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് വേലൂർ അർണോസ് നഗറിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കും. വേലൂരിന്റെ അഭിമാന താരമായ മുൻ ദേശീയ ഫുട്ബോൾ താരം സോമി തോബിയാസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. PKS ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമം ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. മണ്ഡലം കൺവീനർ ശശി ആഴ്ചത്ത്, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷൈനി ഷാജി, CK അശോകൻ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,380 രൂപ, സ്വർണം പവന് 1,07,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചർമ്മം വയലത്തൂർ പെരുമ്പറമ്പത്ത് പരേതനായ ഖാദർ ഹാജിയുടെ മകൻ വാര്യത്ത് ആലിക്കുട്ടി ഹാജി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ദീർഘകാലം മലേഷ്യയിൽ വ്യാപാരിയായിരുന്നു പരേതൻ. ഖബറടക്കം വയലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ആബിദ, പരേതയായ ഫാത്തിമ എന്നിവർ ഭാര്യമാരും, ബഷീർ, ഫൈസൽ, ഫദീല, പരേതയായ നദീറ എന്നിവർ മക്കളുമാണ്. തയ്യൂർ കുന്നത്തുപുരയ്ക്കൽ അറുമുഖൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. പാറുകുട്ടി ഭാര്യയും, അനൂപ്, അനീഷ്, അജീഷ് എന്നിവർ മക്കളുമാണ്. പുന്നയൂർക്കുളം ആൽത്തറ ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന കുന്നത്തൂർ ചെമ്പ്ര CK നാരായണൻ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ശ്രീമതി ഭാര്യയും, രാമകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം അന്തിമഘട്ടത്തിലേക്ക്. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥിയും ഗുരുവായൂരിലെ LDF UDF സ്ഥാനാർത്ഥികളും മണലൂരിലെ UDF LDF NDA സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കടകാമ്പാലിൽ DYFI പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്രായിൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയനാണ് പരിക്ക്. സംഭവത്തിൽ ചിരങ്കാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ്. CCTV ന്യൂസ് ഇംപാക്ട്. ചാലിശ്ശേരിയിൽ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന 830 ചാക്ക് നെല്ല് സംഭരണം തുടങ്ങി. നെല്ല് മഴയിൽ നനഞ്ഞു കിടക്കുന്ന കർഷകരുടെ ദുരിതം CCTV റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഡാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പതിനായിരങ്ങളാണ് ഞായറാഴ്ച പാലയൂരിൽ എത്തിച്ചേരുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.